അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്ന ഇടം തേടുകയാണോ? ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം. തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം. പ്രകൃതിയോടിണങ്ങി മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9035290919. ഷൊർണൂർ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തെരുവ് നായ പ്രശ്നത്തെ ചൊല്ലി പ്രതിപക്ഷ പാർട്ടികളായ BJPയുടെയും കോൺഗ്രസിന്റെയും കടുത്ത ബഹളവും പ്രതിഷേധവും ഇറങ്ങിപ്പോക്കും. ഷൊർണൂർ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തെരുവുനായ വിഷയത്തെ ചൊല്ലി ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർ തമ്മിൽ കടുത്ത വാദപ്രതിവാദവും പ്രതിഷേധവും നടന്നു. കഴിഞ്ഞ ദിവസം ഷൊർണൂർ നഗരത്തിൽ 3 പേരെ തെരുവുനായ കടിച്ച സംഭവത്തിൽ നഗരസഭ വേണ്ടത്ര നടപടികൾ സ്വീകരിച്ചില്ലെന്ന് ആരോപിച്ചായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. ഇന്ന് രാവിലെ 11 മണിയോടെ ആരംഭിച്ച യോഗത്തിൽ 4 അജണ്ടകൾ കഴിഞ്ഞതിനു പിന്നാലെയാണ് തെരുവുനായ പ്രശ്നം കൗൺസിലിൽ ഉയർന്നു വന്നത്. ഷെൽട്ടർ ഹോം പദ്ധതിയും ABC പദ്ധതിയും പ്രാവർത്തികമാക്കാൻ കഴിയാത്തതിൽ നഗരസഭ പരാജയപ്പെട്ടുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. നഗരത്തിൽ ജനങ്ങൾ ഭീതിയിൽ കഴിയുമ്പോൾ ABC പദ്ധതി നടപ്പിലാക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് BJP കുറ്റപ്പെടുത്തി. കൗൺസിൽ ഹാളിൽ തെരുവുനായയുടെ ചിത്രം ഉയർത്തിക്കാട്ടിയും നടത്തളത്തിലിറങ്ങിയുമായിരുന്നു BJPയുടെ പ്രതിഷേധം. പ്രശ്നത്തിനുടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരവുമായി രംഗത്തിറങ്ങുമെന്ന് BJP കൗൺസിലർ EP നന്ദകുമാർ മുന്നറിയിപ്പ് നൽകി. നഗരസഭാ പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളായി തെരുവുനായകൾ അവരുടെ തേരോട്ടമാണ്. അതിൽ തെരുവുനായ കടിച്ച് 3 പേർക്ക് പരിക്കേൽക്കുകയും ആ കടിച്ച നായ മറ്റു നായകളെ കടിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കടിച്ച നായ പിന്നീട് മരണപ്പെട്ടു എന്ന് അറിഞ്ഞത്. അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നത് ആ നായയ്ക്ക് വിഷബാധ ഏറ്റിട്ടുണ്ടെന്ന്. വിഷബാധ ഏറ്റിട്ട് 3 പേർക്ക് കടിയേറ്റ ഈ സംഭവം ഉണ്ടായിട്ട് ഈ നിമിഷം വരെ മണിക്കൂർ ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഈ നിമിഷം വരെ നഗരസഭയോ നഗരസഭയിലെ ആരോഗ്യ വകുപ്പോ മറ്റു ഉദ്യോഗസ്ഥന്മാരോ ചെയർപേഴ്സൺ അടക്കമുള്ള ആളുകൾ ഇവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ABC പ്രോഗ്രാം നടപ്പാക്കുന്നതിൽ ഷൊർണൂർ നഗരസഭയ്ക്ക് വന്ന വീഴ്ചയാണ് ഇത്രയേറെ തെരുവു നായ്ക്കൾ ഷൊർണൂരിൽ വരാനുണ്ടായ സാഹചര്യം. തെരുവു നായയെ പേടിച്ച് വീട്ടിനകത്തേക്ക് കയറിയാൽ വെള്ളം കയറിയ വീടുകളാണ് പലതും. ആ വെള്ളത്തിൽ മുങ്ങി ചാവുന്ന അവസ്ഥയിലേക്കാണ് ഷൊർണൂരിലെ ജനവിഭാഗം. ആരോഗ്യ വകുപ്പായാലും ഷൊർണൂർ ഭരണസമിതിയായാലും മഴക്കാലപൂർവ്വ ശുചീകരണം അത് അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ പേരിൽ എന്തൊക്കെയോ കോപ്രായം കാട്ടിക്കൊണ്ട് ഫണ്ടുകൾ, കേന്ദ്ര ഫണ്ടടക്കമുള്ള ഫണ്ടുകൾ അത് കൈക്കലാക്കുമെന്ന് മാത്രമേ നഗരസഭാ ഭരണാധികാരികൾക്കുള്ളൂ. കൃത്യമായി നടപ്പിലാക്കേണ്ട ഒരു കാര്യവും നടപ്പിലാക്കാൻ നഗരസഭയ്ക്ക് സാധിച്ചിട്ടില്ല. നഗരത്തിലെ തെരുവുനായ വന്ധ്യംകരണം പേപ്പറിൽ മാത്രമാണെന്ന് ആരോപിച്ചായിരുന്നു കോൺഗ്രസ് കൗൺസിലർമാരുടെ പ്രതിഷേധം. നഗരസഭ ഉത്തരവാദിത്തം കൈയൊഴിയുകയാണെന്ന് ആരോപിച്ച കോൺഗ്രസ് അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ചിറങ്ങിപ്പോയി. കൃത്യമായി മാറ്റിവെച്ച ഫണ്ടുകൾ പോലും ഉപയോഗിക്കാതെ ജനങ്ങളെ അപകടത്തിലാക്കുന്ന പ്രവണതയാണ് നഗരസഭയുടേതെന്ന് UDF കൗൺസിലർ കൃഷ്ണകുമാർ പറഞ്ഞു. നഗരസഭയിലെ തെരുവു നായ്ക്കളുടെ ശല്യം അതിരൂക്ഷമായി കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ, കുട്ടികൾ, അതുപോലെ തന്നെ പ്രായമായ ആളുകൾക്കൊന്നും നിരത്തിലിറങ്ങി നടക്കാൻ പറ്റാത്ത അത്ര വലിയ രൂക്ഷമായ തെരുവുനായ ശല്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഷൊർണൂർ നഗരസഭ അതിനെതിരെ മുഖം തിരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കാണാൻ ഇടയായത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഒരു കൌൺസിലറുടെ ഭർത്താവ് അടക്കമുള്ള 3 ആളുകളെ തെരുവുനായ കടിച്ച്, ആ തെരുവുനായ കടിച്ച് അതിനെക്കുറിച്ച് അന്വേഷിച്ചു നോക്കുമ്പോൾ ആ പേ പിടിച്ച തെരുവുനായയാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞു. ഇപ്പോൾ സ്കൂളുകൾക്ക് കുട്ടികൾക്ക് കയറാൻ പറ്റാതെ തെരുവുനായകൾ പിന്നാലെ ഓടിക്കൊണ്ട് കുട്ടികളാകെ ഭീതി പരത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിരൂക്ഷമായ ഈ തെരുവുനായ്ക്കളുടെ ശല്യം ഈ നഗരത്തിൽ വിളയാടുമ്പോൾ ഇവിടുത്തെ നഗരസഭാ അധികാരികൾ അതിനെതിരെ മുഖം തിരിച്ചു നിൽക്കുന്നത് രൂക്ഷമായ പ്രതിഷേധാർഹമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനെതിരെ ഇന്ന് കൌൺസിൽ യോഗത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കൌൺസിൽ അംഗങ്ങൾ അതിനെ ശക്തമായി വാദിക്കുകയും അതിനെതിരെ ശക്തമായി എതിർക്കുകയും ചെയ്ത് ഞങ്ങൾ പ്രതിഷേധിച്ച് ഇന്ന്
യോഗം പ്രതിഷേധിച്ച് ഇന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരവസ്ഥ വരെ ഇന്ന് എത്തി നിൽക്കുക. ഇത് വളരെ രൂക്ഷമായി ഇതിനെതിരെ ശക്തമായി ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഇനിയും ഈ തെരുവുനായ ശല്യത്തിനെതിരെ ശക്തമായ മുന്നറിയിപ്പുമായാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് നഗരസഭ ഇനി കണ്ണും കെട്ടി നോക്കി നിന്നാൽ ഞങ്ങൾക്ക്. എന്നാൽ തെരുവുനായ കടിയേറ്റ സംഭവത്തിൽ നഗരസഭ കൃത്യമായ ഏകോപനം നടത്തിയിട്ടുണ്ടെന്ന് ചെയർപേഴ്സൺ നിർമ്മല വ്യക്തമാക്കി. 4/4 നമ്മൾ PWDക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കൽവർട്ട് അവരാണത് ചെയ്യേണ്ടത്. അവർക്ക് അതിന് വേണ്ട നിർദ്ദേശം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ MLA ഫണ്ടിൽ ഉൾപ്പെടുത്തി 2 കോടിയുടെ വർക്ക് വരുന്നുണ്ട്. അവർക്ക് അപ്പോഴേ ചെയ്യാൻ കഴിയും. അല്ലാണ്ട് നഗരസഭയുടെ പോലെ ഓൺ ഫണ്ടൊന്നും PWDക്ക് ഇല്ല. അപ്പൊ അവർ ആ വർക്ക് വരുമ്പോഴേ ചെയ്യുള്ളൂ എന്നാ പറഞ്ഞു. പിന്നെ ഇത് ഇപ്പൊ ഉള്ള ഒരു പ്രതിഭാസമല്ല, ഞങ്ങളുടെ ഈ കൗൺസിൽ വന്നതിന് ശേഷമുള്ള ഒരു പ്രതിഭാസമല്ല അത്. ഇത് കാലങ്ങളായിട്ട് അവിടെ നിലനിൽക്കണ ഒരു സംഭവമാണ്. അപ്പൊ അവിടെ ചെറിയൊരു ഇത് മാത്രമേ അവിടെ നിന്ന് ഇങ്ങോട്ട് കടക്കാനുള്ളൂ. അതിന്ന് മണ്ണടിഞ്ഞിട്ട് പിന്നെ റെയിൽവേയുടെ ചാല ഉയർത്തിയതിന്റെ ഭാഗമായിട്ടും ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമാണ് അവിടെ. ആ ചാല അവിടെ റെയിൽവേ പണിയെടുക്കുമ്പോഴും അവിടെ BJP കൗൺസിലറാണ് ഉണ്ടായിരുന്നത്. അവരൊക്കെ ആ മീറ്റിംഗിലും പങ്കെടുത്തിട്ടുണ്ട്. അന്നൊന്നും ഒരു നടപടി എടുത്തിട്ടില്ല. ഇപ്പൊ ചാനലുകളുടെ മുന്നിൽ ഒരു ഷോ കാണിക്കുക എന്ന് പറഞ്ഞിട്ട് അത് മാത്രമാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത്. അല്ലാണ്ട് ഈ പ്രശ്നം അവിടെ കൃത്യമായി പരിഹരിക്കണം എന്നുള്ള ഒരു ഉദ്ദേശമൊന്നല്ല അവർക്കുള്ളത്. നഗരത്തിലെ തെരുവ് നായ്ക്കളെ പിടികൂടി വന്ധ്യംകരിക്കാനുള്ള നടപടികൾ ഇപ്പോഴും നടന്നുവരുന്നുണ്ട്. BJP കൗൺസിലറുടെ വാർഡിൽ വരുന്ന ഷെൽട്ടർ ഹോം പദ്ധതിയെ BJP തന്നെ എതിർത്ത ശേഷം ഇപ്പോൾ നല്ലപിള്ള ചമയുകയാണെന്നും വിഷയം അവർ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും ചെയർപേഴ്സൺ മറുപടി നൽകി. CCV ന്യൂസ്, ഷൊർണൂർ.